കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ദേവട്ടോയ് ഒന്നും കൂടെ നോക്കിയേ. ഇവൻ വൈദേഹിന്ന് കണ്ണെടുക്കുന്നില്ലല്ലോ. ഞാനിവിടെ ഉണ്ടെന്നുള്ള ചിന്ത പോലും അവനെ അലട്ടുന്നില്ല. കാണിച്ചു തരാം. നിന്റെ നോട്ടം ഞാൻ എന്നിലേക്ക് ആകർഷിച്ചിരിക്കും. കൗസല്യ എവിടെ മക്കളെ? ദേ ഇങ്ങോട്ട് നോക്കിക്കേ അച്ഛാ, അമ്മ തന്നെയാണോ അത്? സൂപ്പർ ആയിട്ടുണ്ട് അമ്മായി. ഇപ്പൊ പകുതി പ്രായം പോലും പറയില്ല. കൗസല്യേ, മോള് പറഞ്ഞത് ശരിയാ. എന്താ ഇങ്ങനൊരു വേഷം? അതെന്താച്ചാ അങ്ങനെ പറഞ്ഞ? അമ്മയ്ക്ക് എന്ത് കുറവുണ്ടായിട്ടാ? മരുമക്കളോടൊപ്പം പിടിച്ചു നിൽക്കുന്ന കണ്ടോ? പുറത്തുനിന്ന് ആരെങ്കിലും കാണുകയാണെങ്കിൽ അമ്മായിയമ്മ ആരാണെന്നോ മരുമക്കൾ ആരാണെന്നോ മനസ്സിലാവുകയില്ല. അമ്മേ, അമ്മയ്ക്ക് ഡ്രസ് നന്നായിട്ട് ചേരുന്നുണ്ട്. ഇതെന്റെ ഇളയ മരുമോള് തന്നതാ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാ. ഇട്ടേ പറ്റുന്ന വാശിയായിരുന്നു നോക്ക്. മരുമോളുടെ ആഗ്രഹം ഞാൻ സാധിച്ചു കൊടുക്കണ്ടേ? എന്നാ പിന്നെ ആവട്ടേന്ന് കരുതി. ഇവളെ എല്ലാത്തിനും കാരണം. താങ്ക് യു മോളെ. നമുക്കിടയിൽ എന്തിനാ അമ്മായി താങ്ക്സ് ഒക്കെ? അമ്മായിയുടെ സന്തോഷത്തെ കുറിച്ച് ഞാനല്ലേ ചിന്തിക്കേണ്ടത്? മരുമകളായ എന്റെ കടമയല്ലേ അത്? കടമയുടെ പുറത്തുള്ള നിന്റെ കാപട്യം എനിക്ക് മനസ്സിലാവും. അമ്മയെ സുഖിപ്പിച്ച് കയ്യിലെടുത്തുകൊണ്ട് ദേവേട്ടിനെ നിനക്ക് കിട്ടുന്ന സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അത് വെറുതെ. എല്ലാരും എത്തിയല്ലോ അമ്മായി. ഇനി എന്തിനാ വൈകിക്കുന്നേ? നമുക്ക് തുടങ്ങിയാലോ? എന്തായാലും ആദ്യം മൂത്ത മരുമകളുടെ കൈകൊണ്ടാവട്ടെ അല്ലേ?
പിന്നെ തുടങ്ങിക്കോ ഊർമിള. ചെല്ലൂർമിളേച്ചി. ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. പേരിന് നിറം പൂശി കളിക്കാന്നല്ലാണ്ട് മുഖത്ത് വർണ്ണം ചാർത്തിയതുകൊണ്ട് മാത്രം ദാമ്പത്യം സുഗമമാവില്ല. വേറെ വഴിയില്ലാത്തോണ്ട് നീ നിൽക്കുന്നതാണെന്നും അല്ലായിരുന്നെങ്കിൽ എന്നെ നിനക്ക് ഇഷ്ടമുള്ള നിറങ്ങളുടെ പുറകെ നീ പറഞ്ഞേനെന്നും എനിക്കറിയാം. ഇപ്പൊ ദേവന്റെ ഊഴോ. ആരാ ആദ്യം ചാർത്തുന്നത്? മൂത്ത ആളാണോ ഇളയാളാണോ? ആദ്യം ഞാൻ ചെയ്യാം. അല്ല, ഞാനാണ് ചാർത്താൻ പോകുന്നത്. അല്ല, ഞാൻ ചാർത്തിയിട്ട് മതി. അല്ല, ഞാൻ സമ്മതിക്കില്ല. പറ്റില്ല. ദേവേട്ടൻ ആദ്യം ഞാൻ തന്നെ ചാർത്തേണ്ടത്. ഞാൻ ജീവനോടെയുള്ളപ്പോ ആ അവസരം ഞാൻ മറ്റൊരാൾക്ക് കൊടുക്കില്ല. ഇല്ല, ഞാൻ ചെയ്യും. നടക്കില്ല. അല്ല, ഞാൻ തന്നെയാ. നടക്കില്ല. അല്ല, ഞാനാ. പറ്റില്ല. ആദ്യം എനിക്ക് അവകാശം. അതൊക്കെ പിന്നെ തീരുമാനിക്കാം. രണ്ടുപേരും ചേർന്ന് ദേവനെ ഞെക്കി പിഴിയൂന്ന് തോന്നുന്നല്ലോ. അമ്മ തന്നെ പറ, ആരാണ് ആദ്യം? ഇതിപ്പോ എങ്ങനെ തീരുമാനിക്കും? അമ്മ എന്റെ പേര് മാത്രമേ പറയൂ. ഞാൻ ആദ്യ ഭാര്യ മാത്രല്ല, ദേവേട്ടന്റെ മുറപ്പെണ്ണും കൂടിയാ. അപ്പൊ എനിക്കല്ലേ കൂടുതൽ അവകാശം. ദേവേട്ടൻ എന്നെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതാ. ഞാൻ കഴിഞ്ഞ മറ്റാരും ഉള്ളൂ. ആദ്യ അവകാശം എനിക്ക് തന്നെയാ. അല്ല, എനിക്ക് തന്നെയാ. അത് ഞാൻ സമ്മതിച്ചു തരില്ല. എന്ന് നീ പറഞ്ഞ പോറല്ലോ. ദേവേട്ടൻ ആദ്യം എന്റെയാ. അല്ല, ദേവേട്ടൻ അല്ല, എന്റെയാ. എന്റെയാ. അല്ല, എന്റെയാ. അല്ല, നിക്ക് എന്റെയാ. നിക്ക് നിക്ക്. ഇവിടെ ഇപ്പൊ രണ്ടുപേർക്കും തുല്യ അവകാശ. എങ്കിലും ഇതിനൊരു തീരുമാനമാകാൻ ഒരു മത്സരം നടത്താം. നിങ്ങൾ രണ്ടുപേരിൽ ദേവൻ ആരാദ്യം നിറം ചാർത്തുന്നുവോ ആ വ്യക്തിക്ക് ഞാനൊരു സമ്മാനം തരും. എന്നാ വൈദേഹി ജയിക്കൂന്നുള്ളത് ഉറപ്പല്ലേ? അവളുടെ കാര്യത്തിൽ ദേവൻ എന്തൊക്കെ വന്നാലും പ്രത്യേക മമതയുള്ളതുകൊണ്ട് വൈദേഹി നിറം ചാർത്തുന്നതേ അവനും ഇഷ്ടപ്പെടുകയുള്ളൂ. അതൊന്നും ഇവിടെ ശരിയാവില്ല. മത്സരം മത്സരം തന്നെയാണ്. അതെ ദേവ, ഇവിടെ പക്ഷാഭേദമൊന്നും കാണിക്കരുത്. നിനക്ക് രണ്ടുപേരും ഒരുപോലെയാണ്. ശരിയമ്മ. ദേവാ, രണ്ടുപേരുടെയും കയ്യിൽ അകപ്പെടാതെ രക്ഷപ്പെട്ടോണം. പക്ഷെ ആരാദ്യം വന്ന് നിന്നെ നിറം ചാർത്തുന്നുവോ അവര് വിജയിക്കും. ഇനി നീ മനഃപൂർവ്വം ആരുടെങ്കിലും കയ്യിൽ പിടികൊടുക്കാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ രണ്ടാമത്തെ ആള് ജയിച്ചതായിട്ട് ഞങ്ങൾ പ്രഖ്യാപിക്കും. അടിപൊളി അമ്മേ. കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട്. 3, 2, 1, ഗോ.
ദേവന്റെ ജീവിതത്തിൽ സരസലീലാവിലാസം കളിയാടുകയാണല്ലോ. അമ്മേ. വൈദേഹി, കമോൺ, നിന്റെ ഭർത്താവിനെ നീ വിട്ടുകൊടുക്കരുത്. ദേവേട്ടാ പിടികൊടുക്കല്ലേ. മാളവികേ, അവളുടെ കാല് വെട്ടിക്കാൻ നോക്കിയിട്ട് അവസാനം ഞാൻ താഴെ വീണല്ലോ. എന്താ പറ്റി നോക്കി. മാളവികേ, മാളവികേ, മോളെ മാളവിക, മാളവികേ, മോളെ എഴുന്നേക്ക്, പതുക്കെ. കാലുളുക്കോ മറ്റോ ചെയ്താ മോളെ? മോളെ മുറിഞ്ഞു നോക്ക്. ഒന്നുമില്ല അമ്മായി, ചെറുതായിട്ട് കാലൊന്ന് സ്ലിപ്പായതാ. ഇവിടെ തന്നെ പുല്ല് മാത്രമല്ലേ ഉള്ളൂ, പിന്നെങ്ങനെ സ്ലിപ്പാവുക? അത് ഓടുന്ന സമയത്ത് വൈദേഹി കാലും കൊണ്ട് എന്നെ തട്ടിയായിരുന്നു. ദേവേട്ടന് ചായം പൂശാനുള്ള തിരക്കിനിടയ്ക്ക് ഞാനത് ശ്രദ്ധിച്ചതുമില്ല. ഇതെന്താ ഇവള് ഞാൻ മനഃപൂർവ്വം തട്ടിയതുപോലെ പറയുന്നേ? എന്റെ കാലം അവളുടെ ദേഹത്ത് മുട്ടിയിട്ട് പോലുമില്ല. ഇനി കാര്യം മനസ്സിലായില്ലേ? അവള് മനഃപൂർവ്വം കാലുകൊണ്ട് തട്ടിയതാ. അതങ്ങനെയല്ലേ വരൂ. ദേവന്റെ കാര്യത്തിൽ മാളവിക അവൾ അമ്പിനും വില്ലിനും അടുക്കാൻ വിടില്ലെന്നറിയില്ലേ? പിന്നെയല്ലേ നിറം തേക്കുന്നത്. അവളതിന് സമ്മതിക്കുമെന്ന് തോന്നുന്നുണ്ടോ?
ചേച്ചി, കാര്യം എന്താണെന്നറിയാതെ സംസാരിക്കരുത് കേട്ടോ. ഞാനവളെ ഒന്ന് മുട്ടിയിട്ട് പോലുമില്ല. എന്റെ കാലിനിട്ടാ അവളൊരു തട്ട് തന്നത്. ശരിയാ വൈദേഹി, നീ പറഞ്ഞത് ശരിയാ. അങ്ങനെ തന്നെ വിചാരിച്ചാ മതി. വൈദേഹിക്ക് ദേവേട്ടനെ വലിയ ഇഷ്ടമാണല്ലോ. ആ ഇഷ്ടത്തിന്റെ പേര് ചെയ്തതാവും. അതൊന്നും തെറ്റിദ്ധരിക്കണ്ട, വിട്ടുകളഞ്ഞേക്ക്. മത്സരം ന്യായമായിരിക്കണം. കള്ളത്തരം കാണിച്ച് ജയിച്ചിട്ട് എന്താ? ഇല്ലമ്മേ, സത്യമായിട്ട് എന്റെ കാല് കൊണ്ടിട്ടില്ല. എന്നുവെച്ചാ മാളവിക കള്ളം പറയുന്നതാണോ? ആർക്കറിയാം? ശരിയാ, ഞാൻ തന്നെ കള്ളം പറയുന്ന വൈദേഹി. അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഞാൻ തന്നെയാ തെറ്റുകാരി. ഇനി ഈ കാര്യം അങ്ങ് വിട്ടുകളെ. എന്തു പറ്റി? മാളവികേ, ഇപ്പൊ കണ്ടില്ലേ, കാലുകൊണ്ട് തട്ടിയ കാലിനല്ലേ മുറിവേൽക്കേണ്ടത്. ഇപ്പൊ കണ്ണിനെന്തു പറ്റി? കളർപ്പൊടി കണ്ണിൽ വീണതാ വൈദേഹി. അയ്യോ, കണ്ണ് നീറുന്നു. മാളവികേ, മോളെ. എന്താ മോളെ? ദേവാ, നിന്റെ ഭാര്യ വിഷമിക്കുന്നത് കണ്ടു നിൽക്ക. വന്നെന്താന്ന് നോക്കിയേ. ദേവനും വൈദേഹിയും എവിടെ പോയതായിരിക്കും? എന്തിനാ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നേ? എന്നെ എന്താ കൊല്ലാൻ പോവാ? കാര്യം എന്താണെന്നറിയില്ലേ? അറിയില്ലെന്ന് ചോദിച്ചാ ഞാനതൊക്കെ മനഃപൂർവ്വം ചെയ്യുന്നതാണോ? കണ്ണി കളർപ്പൊടി വീണപ്പോ അമ്മ നോക്കാൻ പറഞ്ഞു, ഞാൻ പോയി നോക്കി. അമ്മ പറഞ്ഞോണ്ടാണോ അത് അവസരം കാത്തി ഇരിക്കുവായിരുന്നോന്ന് ആർക്കറിയാം? ഞാൻ എന്താ അവസരം കാത്തിരിക്കാനാ? രാമ രാമ, എന്താ ഈ പറയുന്നേ? രാമൻ തന്നെയാണെന്നാ വിചാരിച്ചെ. പക്ഷെ ഇപ്പൊ ആള് മാറിയില്ലേ? പതുക്കെ പതുക്കെ കൃഷ്ണനായി മാറിക്കൊണ്ടിരിക്കാം. വൈദേഹി, നിഷ്കളങ്കനായ മനുഷ്യനെ നീ വെറുതെ തെറ്റിദ്ധരിക്കുന്നതാണേ. ഒന്ന് പോടെ നിഷ്കളങ്ക. അമ്മ പറഞ്ഞങ്ങ് ഊതുവല്ലേ? അതും മുഖം തൊട്ടൊരുമിക്കൊണ്ട് ഊതുവല്ലേ? പോരത്തിന് ഉഫു 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 അത്രേ.